12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗരാജിലും നടക്കുന്നു. ദേവരാജാവായ ഇന്ദ്രൻ്റെ മകൻ അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ പാലാഴി മഥന സമയത്ത് ലഭിച്ച അമൃതുമായി ഓടിയൊളിച്ച് വസിച്ചത് 4 സ്ഥലങ്ങളിലാണ്. ഹരിദ്വാർ, നാസിക്, പ്രയാഗരാജ്, ഉജ്ജയിൻ എന്നിവയാണ് ആ 4 പുണ്യദേശങ്ങൾ. ഓരോ സ്ഥലത്തും ജയന്തൻ വിശ്രമിച്ചപ്പോഴും കുംഭത്തിൽ നിന്ന് ഓരോ തുള്ളി അമൃത് ഭൂമിയിലേക്ക് പതിക്കുകയുണ്ടായി. 12 ദേവദിവസങ്ങൾ, അതായത് 12 മനുഷ്യവർഷങ്ങളാണ് ജയന്തൻ അമൃതുമായി ഓടിയത്. പാലാഴി കടഞ്ഞെടുത്ത അമൃത് വീണ ഈ 4 പുണ്യസ്ഥലങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ കുംഭമേള നടക്കുന്നത്. അമൃത് വീണ നദികളിൽ സ്നാനം ചെയ്യുക എന്നതാണ് കുംഭമേളയുടെ ചരിത്രം. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്ക് ഒരുങ്ങുകയാണ് പ്രയാഗരാജ്. 2025 ജനുവരി 14-നാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഗുരു അഥവാ വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 12 വർഷം. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. ജനുവരി 14 മുതൽ ഫെബ്രുവരി 26 വരെയാണ് 2025 കുംഭമേള നടക്കുന്നത്. ഗംഗ, യമുന, പുരാണത്തിലെ സരസ്വതി എന്നീ 3 പുണ്യനദികളുടെ സംഗമ സ്ഥാനത്താണ് പ്രയാഗരാജ് സ്ഥിതി ചെയ്യുന്നത്. ത്രിവേണി സംഗമം എന്ന് വിളിക്കപ്പെടുന്ന ഈ പോയിന്റ് അവിശ്വസനീയമാം വിധം ശക്തവും ആത്മീയമായി ഉന്നമനം നൽകുന്നതുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.